പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സംഖ്യാപുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: മോശ ഇസ്രായേൽ മക്കളിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ളവരുടെ വംശവിവരം എടുത്തത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം: സീനായി മരുഭൂമി. സംഖ്യ 1:18-19. ക്വസ്റ്റ്യൻ: മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടതിനു ശേഷം ആദ്യമായി നടത്തിയ ജനസംഖ്യായെടുപ്പിൽ എണ്ണപ്പെട്ട പുരുഷന്മാർ എത്ര? ഉത്തരം: 6,3550. 1:45-46. ക്വസ്റ്റ്യൻ: 12 ഗോത്രങ്ങളിൽ ലേവി ഗോത്രത്തെ എന്തായി കണക്കാക്കിയില്ല? ഉത്തരം: പിതൃഗോത്രം. 1:47. ക്വസ്റ്റ്യൻ: സാക്ഷ്യനിവാസത്തിൻ്റെ കാര്യം നോക്കേണ്ടത് ആര്? ഉത്തരം: ലേവ്യർ. 1:53. ക്വസ്റ്റ്യൻ: അഹരോൻ്റെ ആദ്യജാതൻ? ഉത്തരം: നാദാബ്. 3:2. ക്വസ്റ്റ്യൻ: യഹോവയുടെ സന്നിധിയിൽ അഗ്നി കത്തിച്ചതിനാൽ അഹരോൻ്റെ പുത്രന്മാരായ നാദാബും അബീഹുവും മരിച്ചതെവിടെ വെച്ച്? ഉത്തരം: സീനായി മരുഭൂമിയിൽ വെച്ച്. 3:4. ക്വസ്റ്റ്യൻ: ലേവിയുടെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം: ഗർഷോൻ, കെഹാത്ത്, മെരാരി. 3:17. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാരോട് മോശ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം വാങ്ങിയ പണം എത്ര? ഉത്തരം: 1365 ഷേക്കേൽ. 3:50. ക്വസ്റ്റ്യൻ: ലേവ്യരിൽ നിന്ന് ഏത് കുടുംബങ്ങളുടെ ഗോത്രത്തെ ഛേദിച്ചു കളയരുത്? ഉത്തരം: കെഹാത്യ കുടുംബങ്ങളുടെ. 4:17-19 ക്വസ്റ്റ്യൻ: എങ്ങനെയുള്ള ഭോജനയാഗത്തിലാണ് എണ്ണ ഒഴിക്കുകയോ കുന്തുരുക്കം ഇടുകയോ ചെയ്യാതിരിക്കുന്നത്? ഉത്തരം: സംശയത്തിൻ്റെ അപരാധജ്ഞാപകമായ ഭോജനയാഗത്തിൽ. 5:15. ക്വസ്റ്റ്യൻ: ക്ഷൗരക്കത്തി തലയിൽ തൊടാത്ത വ്രതം? ഉത്തരം: നാസീർ വ്രതം. 6:5. ക്വസ്റ്റ്യൻ: ഗമലിയേലിൻ്റെ പിതാവാര്? ഉത്തരം: പെദാസൂർ. 7:54. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കളുടെ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം യഹോവ തെരഞ്ഞെടുത്തതാരെ? ഉത്തരം: ലേവ്യരെ. 8:18. ക്വസ്റ്റ്യൻ: ശുദ്ധീകരിക്കേണ്ടതിന് പാപപരിഹാര ജലം തളിക്കുകയും സർവാംഗം ക്ഷൗരം ചെയ്യുകയും ചെയ്യേണ്ടതാരെ? ഉത്തരം: ലേവ്യരെ. 8:7. ക്വസ്റ്റ്യൻ: ലേവ്യർക്ക് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ സേവ ചെയ്യാം? ഉത്തരം: 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ. 8:24-25. ക്വസ്റ്റ്യൻ: ലേവ്യർ കൂടാരവേലയിൽ നിന്നും ഒഴിയേണ്ടത് എത്ര വയസ്സ് മുതൽ? ഉത്തരം: 50 വയസ്സ് മുതൽ. 8:25. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ ആദ്യമായി പെസഹ ആചരിച്ചത് എവിടെ വെച്ച്? ഉത്തരം: സീനായി മരുഭൂമിയിൽ വെച്ച്. 9:5. ക്വസ്റ്റ്യൻ: മേഘം തിരുനിവാസത്തിൽ ഏറെ നാൾ ഇരുന്നാൽ ഇസ്രായേൽ മക്കൾ എന്തു ചെയ്യും? ഉത്തരം: യാത്ര പുറപ്പെടാതെ യഹോവയുടെ ആജ്ഞ കാത്തുകൊണ്ടിരിക്കും. 9:19. ക്വസ്റ്റ്യൻ: മോശ ഉണ്ടാക്കിയ വെള്ളിക്കാഹളങ്ങൾ എത്ര? ഉത്തരം: 2. 10:2. ക്വസ്റ്റ്യൻ: എന്തിനാണ് വെള്ളിക്കാഹളം ഉണ്ടാക്കുവാൻ മോശയോട് പറഞ്ഞത്? ഉത്തരം: സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കാനും. 10:2. ക്വസ്റ്റ്യൻ: ഇസ്രായേലിൻ്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ മോശയുടെ അടുക്കൽ കൂടേണ്ടത് എപ്പോഴാണ്? ഉത്തരം: ഒരു കാഹളം ഊതുമ്പോൾ. 10:4. ക്വസ്റ്റ്യൻ: പാളയം പുറപ്പെടേണ്ടതിന് കാഹളം ഊതുന്നതെങ്ങനെ?
ഉത്തരം ഗംഭീരധ്വനി. 10/6. ക്വസ്റ്റ്യൻ: യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കാഹളം ഊതുന്നതെങ്ങനെ? ഉത്തരം ഗംഭീരധ്വനിയായി. 10/9. ക്വസ്റ്റ്യൻ: മോശയുടെ ഒരു അളിയൻ്റെ പേര് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി ആര്? ഉത്തരം ഹോബാബ്. 10/29. ക്വസ്റ്റ്യൻ: ഞങ്ങളെ വിട്ടു പോകരുതേ, മരുഭൂമിയിൽ ഞങ്ങൾ പാളയമിറങ്ങേണ്ടത് എങ്ങനെയെന്ന് നീ അറിയുന്നു എന്ന് മോശ ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഹോബാബിനോട്. 10/29 മുതൽ 31 വരെ. ക്വസ്റ്റ്യൻ: യഹോവയുടെ പെട്ടകം പുറപ്പെടുമ്പോൾ മോശ പറയുന്ന വാചകമെന്ത്? ഉത്തരം: യഹോവേ, എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പയക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ. 10/35. ക്വസ്റ്റ്യൻ: യഹോവയുടെ പെട്ടകം വിശ്രമിക്കുമ്പോൾ മോശ പറയുന്ന വാചകമെന്ത്? ഉത്തരം: യഹോവേ, അനേകായിരമായ ഇസ്രായേലിൻ്റെ അടുക്കൽ മടങ്ങി വരേണമേ. 10/36. ക്വസ്റ്റ്യൻ: ജനത്തിൻ്റെ പിറുപിറുപ്പ് നിമിത്തം യഹോവയുടെ തീ ഇസ്രായേൽ ജനത്തെ ദഹിപ്പിച്ചത് എവിടെ വെച്ച്? ഉത്തരം തബേര. 11:1 മുതൽ 3 വരെ. ക്വസ്റ്റ്യൻ: മന്നയുടെ നിറം ഏതിൻ്റേതുപോലെയായിരുന്നു? ഉത്തരം ഗുൽഗുലുവിൻ്റേതുപോലെ. 11:7. ക്വസ്റ്റ്യൻ: മന്നയുടെ രുചി എന്ത്? ഉത്തരം എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ. 11:8. ക്വസ്റ്റ്യൻ: ഈ ജനത്തെ ഒക്കെയും ഞാൻ ഗർഭം ധരിച്ചുവോ എന്ന് ചോദിച്ച പുരുഷൻ ആര്? ഉത്തരം മോശെ. 11:12. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ എത്ര നാൾ ഇറച്ചി തിന്നു? ഉത്തരം 1 മാസം. 11:19-20. ക്വസ്റ്റ്യൻ: യഹോവ മോശയുടെ മേലുള്ള ആത്മാവിൽ കുറേ എടുത്ത് എത്ര ഇസ്രായേൽ മൂപ്പന്മാർക്കാണ് കൊടുത്തത്? ഉത്തരം 70. 11:25. ക്വസ്റ്റ്യൻ: യഹോവ മൂപ്പന്മാരിൽ ആത്മാവിനെ പകർന്നപ്പോൾ എത്ര പേർ വരാതെ പാളയത്തിൽ ആയിരുന്നു? അവർ ആരെല്ലാം? ഉത്തരം 2. എൽദാദ്, മേദാദ്. 11:26. ക്വസ്റ്റ്യൻ: ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരൻ ആയിരുന്നവൻ ആര്? ഉത്തരം യോശുവ. 11:28. ക്വസ്റ്റ്യൻ: യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോട് എത്ര ഉയരത്തിലാണ് പറന്നു നിൽക്കുമാറാക്കിയത്? ഉത്തരം ഏകദേശം 2 മുഴം. 11:31. ക്വസ്റ്റ്യൻ: പാളയത്തിന് സമീപം വന്ന കാടയെ പിടിച്ചതിൽ ഏറ്റവും കുറഞ്ഞ അളവെത്ര? ഉത്തരം 10 പറ. 11:32. ക്വസ്റ്റ്യൻ: ഇറച്ചി പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ യഹോവയുടെ കോപത്താലുണ്ടായ മഹാബാധ കൊണ്ട് ജനം സംഹരിക്കപ്പെട്ടതെവിടെ? ഉത്തരം കിബ്രോത്ത് ഹത്താവയിൽ. 11:33 മുതൽ 35 വരെ. ക്വസ്റ്റ്യൻ: യഹോവയുടെ കോപം നിമിത്തം ഒരു മഹാബാധയാൽ മരിച്ച ദുരാഗ്രഹികളെ കുഴിച്ചിട്ട ശേഷം ശേഷിച്ചവർ അവിടെ നിന്ന് എവിടെ പോയി പാർത്തു? ഉത്തരം ഹസേരോത്ത്. 11:34-35. ക്വസ്റ്റ്യൻ: ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതാരെ? ഉത്തരം മോശയെ. 12:3. ക്വസ്റ്റ്യൻ: ദൈവഗൃഹത്തിൽ ഒക്കെയും വിശ്വസ്തൻ എന്ന് യഹോവ സാക്ഷ്യം പറഞ്ഞതാരെക്കുറിച്ച്? ഉത്തരം മോശയെക്കുറിച്ച്. 12:7. ക്വസ്റ്റ്യൻ: യഹോവ അഭിമുഖമായി സംസാരിച്ചത് ഏത് പ്രവാചകനോടായിരുന്നു? ഉത്തരം മോശയോട്. 12:8. ക്വസ്റ്റ്യൻ: മിര്യാമിനെ പാളയത്തിന് പുറത്താക്കി അടച്ചിട്ടത് എത്ര ദിവസം? ഉത്തരം 7 ദിവസം. 12:14 മുതൽ 15 വരെ.
ക്വസ്റ്റ്യൻ, മിരിയാമിനെ കുഷ്ഠം പിടിച്ചത് എവിടെ വെച്ച്? ഉത്തരം ഹസേരോത്തിൽ 12:16. ക്വസ്റ്റ്യൻ, കനാൻ ദേശം ഉറ്റുനോക്കാൻ മോശ ഗോത്ര പ്രഭുക്കന്മാരെ അയച്ചത് എവിടെ നിന്നായിരുന്നു? ഉത്തരം പാരാൻ മരുഭൂമി 13:3. ക്വസ്റ്റ്യൻ, കാലേബിൻ്റെ ഗോത്രം? ഉത്തരം യഹൂദ 13:6. ക്വസ്റ്റ്യൻ, യോശുവയുടെ ഗോത്രം? ഉത്തരം എഫ്രയീം 13:8. ക്വസ്റ്റ്യൻ, ഏത് സമയത്താണ് കനാൻ ദേശം ഉറ്റുനോക്കാൻ പ്രഭുക്കന്മാർ പോയത്? ഉത്തരം മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലം 13:20. ക്വസ്റ്റ്യൻ, ഹോശേയയ്ക്ക് യോശുവ എന്ന് പേരിട്ടതാര്? ഉത്തരം മോശെ 13:16. ക്വസ്റ്റ്യൻ, മോശ അയച്ച പുരുഷന്മാർ എവിടെ വരെയാണ് കനാൻ ദേശത്തെ ശോധന ചെയ്തത്? ഉത്തരം രഹോബ് വരെ 13:21. ക്വസ്റ്റ്യൻ, അനാക്കിന് എത്ര മക്കളുണ്ടായിരുന്നു? ആരെല്ലാം? ഉത്തരം 3. അഹിമാൻ, ശേഷായി, തൽമായി 13:22. ക്വസ്റ്റ്യൻ, ഹെബ്രോൻ മിസ്രയീമിലെ സോവാരിനും എത്ര സംവത്സരം മുമ്പേ പണിതതായിരുന്നു? ഉത്തരം 7. 13:22. ക്വസ്റ്റ്യൻ, ദേശം ഉറ്റുനോക്കുവാൻ പോയവർ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നത് എന്തെല്ലാം? ഉത്തരം മുന്തിരിക്കുല, മാതളപ്പഴം, അത്തിപ്പഴം 13:23. ക്വസ്റ്റ്യൻ, മോശ അയച്ച ഒറ്റുകാർ കനാൻ ദേശത്ത് നിന്ന് മുന്തിരിവള്ളി കുലയോടുകൂടി പറിച്ചെടുത്ത സ്ഥലം? ഉത്തരം എസ്കോൽ താഴ്വര 13:24. ക്വസ്റ്റ്യൻ, കനാൻ ദേശം ഉറ്റുനോക്കാൻ എത്ര ദിവസം എടുത്തു? ഉത്തരം 40 ദിവസം 13:25. ക്വസ്റ്റ്യൻ, നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക എന്ന് ഇസ്രായേൽ മക്കൾ തമ്മിൽ സംസാരിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം പാരാൻ മരുഭൂമിയിൽ വെച്ച് 13:3, 14:4. ക്വസ്റ്റ്യൻ, ഇസ്രായേൽ ദൈവത്തെ എത്ര പ്രാവശ്യം പരീക്ഷിച്ചു? ഉത്തരം 10, 14:22. ക്വസ്റ്റ്യൻ, ഇസ്രായേൽ മക്കൾ തലമുറയായി വസ്ത്രത്തിൻ്റെ കോൺതലയ്ക്ക് പൊടിപ്പ് ഉണ്ടാകുമ്പോൾ പൊടിപ്പിൽ കെട്ടേണ്ട ചരട് ഏത്? ഉത്തരം നീല 15:38. ക്വസ്റ്റ്യൻ, മോശയോട് മത്സരിച്ചതിനാൽ ഭൂമി വായ്പിളർന്നു വിഴുങ്ങിയവരിൽ പേര് പറയപ്പെട്ടവർ ആരെല്ലാം? ഉത്തരം കോരഹ്, ദാദാൻ, അബീരാം, ഓൻ 16:1, 32. ക്വസ്റ്റ്യൻ, യഹോവയിങ്കിൽ നിന്ന് തീ പുറപ്പെട്ട് ധൂപം കാട്ടിയ എത്ര പേരെ ദഹിപ്പിച്ചു? ഉത്തരം 250 16:35. ക്വസ്റ്റ്യൻ, മത്സരികൾക്ക് ഒരു അടയാളമായി സാക്ഷ്യപെട്ടകത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ത്? ഉത്തരം അഹരോൻ്റെ തളിർത്ത വടി 17:10. ക്വസ്റ്റ്യൻ, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ലേവ്യരുടെ ഓഹരി എന്ത്? ഉത്തരം യഹോവ 18:20. ക്വസ്റ്റ്യൻ, ദശാംശത്തിൻ്റെ ദശാംശം കൊടുത്തവർ? ഉത്തരം ലേവ്യർ 18:26. ക്വസ്റ്റ്യൻ, മിരിയാം മരിച്ചതെവിടെ വെച്ച്? ഉത്തരം കാദേശിൽ 20:1. ക്വസ്റ്റ്യൻ, മിരിയാമിനെ അടക്കം ചെയ്തത് എവിടെ? ഉത്തരം കാദേശിൽ 20:1. ക്വസ്റ്റ്യൻ, എവിടെ എത്തിയപ്പോഴാണ് ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന് എന്ന് ഇസ്രായേൽ ജനം ചോദിച്ചത്? ഉത്തരം കാദേശ് 20:5. ക്വസ്റ്റ്യൻ,
കാദേശിലെ പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളത്തിന് എന്തു പേര് ലഭിച്ചു? ഉത്തരം കലഹജലം. 20-13. ക്വസ്റ്റ്യൻ: അഹരോൻ മരിച്ചത് എവിടെ വെച്ച്? അഹരോൻ്റെ വസ്ത്രം ഊരി ആരെയാണ് ധരിപ്പിച്ചത്? ഉത്തരം ഹോർ പർവ്വതത്തിൽ എലയാസാരിനെ. 20-26-27. ക്വസ്റ്റ്യൻ: ഈ ജനത്തെ ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ചാൽ അവരുടെ പട്ടണങ്ങളെ ശപഥാർപ്പിതമായി അർപ്പിക്കുമെന്ന് ഏത് ദേശത്തെയാണ് ഇസ്രായേൽ മക്കൾ നേർന്നത്? ഉത്തരം കനാൻ. 21-2. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിതമായി കനാന്യ പട്ടണങ്ങളെ നശിപ്പിച്ച സ്ഥലത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഹോർമ. 21-3. ക്വസ്റ്റ്യൻ: വഴി നിമിത്തം മനസ്സ് ക്ഷീണിച്ച ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി എന്തു ചെയ്തു? ഉത്തരം സംസാരിച്ചു. 21-5. ക്വസ്റ്റ്യൻ: മോവാബിനും അമോര്യയ്ക്കും മധ്യേ മോവാബിനുള്ള അതിര് ഏതാണ്? ഉത്തരം അർണോൻ. 21-13. ക്വസ്റ്റ്യൻ: ചെങ്കോൽ കൊണ്ട് കുത്തിയതായി പാടിയ കിണർ എവിടെയാണ്? ഉത്തരം ബേരിൽ. 21-16-18. ക്വസ്റ്റ്യൻ: ആരുടെ അതിരുകളാണ് ഉറപ്പുള്ളത് ആയിരുന്നത്? ഉത്തരം അമ്മോന്യരുടെ. 21-24. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ജനത്തെ ഏദോം രാജാവ് അവരുടെ ദേശത്തു കൂടി പോകുവാൻ അനുവദിച്ചില്ല. ഏദോം ദേശം ചുറ്റിപ്പോകുവാൻ അവർ ഏതു വഴിയായി പോയി? ഉത്തരം ചെങ്കടൽ വഴിയായി. 21-4. ക്വസ്റ്റ്യൻ: അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവർ എവിടെ നോക്കി ജീവൻ പ്രാപിച്ചു? അത് ആര് ഉണ്ടാക്കി എവിടെ തൂക്കി? ഉത്തരം താമ്രസർപ്പത്തെ. മോശെ കൊടിമരത്തിന്മേൽ. ക്വസ്റ്റ്യൻ: താമ്രസർപ്പത്തെ നോക്കി ജീവൻ പ്രാപിച്ചത് ആര്? ഉത്തരം ഇസ്രായേൽ ജനം. 21-9. ക്വസ്റ്റ്യൻ: അമോര്യരുടെ ദേശത്തു നിന്ന് ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന തോട്? ഉത്തരം അർണോൻ തോട്. 21-13. ക്വസ്റ്റ്യൻ: അമോര്യരുടെ രാജാവായ സീഹോൻ്റെ നഗരം ഏത്? ഉത്തരം ഹെഷ്ബോൻ. 21-26. ക്വസ്റ്റ്യൻ: ബാഷാൻ രാജാവായ ഓഗ് തൻ്റെ സൈന്യവുമായി വന്ന് ഇസ്രായേലിനോട് എവിടെ വെച്ച് പടയേറ്റു? ഉത്തരം എദ്രയിൽ വെച്ച്. 21-33. ക്വസ്റ്റ്യൻ: ബാലാക്കിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം സിപ്പോർ. 22-2. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കളെക്കുറിച്ച് പരിഭ്രമിക്കുകയും ഏറ്റവും ഭയപ്പെടുകയും ചെയ്തതാര്? ഉത്തരം മോവാബ്. 22-3. ക്വസ്റ്റ്യൻ: ബിലയാമിനെ വഴിയിൽ തടഞ്ഞത് ആര്? ഉത്തരം യഹോവയുടെ ദൂതൻ. 22-23. ക്വസ്റ്റ്യൻ: ബിലയാം ബാലാക്കിൻ്റെ അടുക്കൽ പോകുന്ന വഴിയിൽ ദൂതൻ എത്ര പ്രാവശ്യം തടസ്സമായി വന്നു? ഉത്തരം 3. 22-23-26 വരെ. ക്വസ്റ്റ്യൻ: കഴുത തന്നെ കളിയാക്കി എന്ന് പറഞ്ഞവനാര്? ഉത്തരം ബിലയാം. 22-29. ക്വസ്റ്റ്യൻ: ബാലാക്ക് ബിലയാമിനെ എതിരേറ്റത് എവിടെ വെച്ച്? ഉത്തരം ഈർ മോവാബിൽ വെച്ച്. 22-36. ക്വസ്റ്റ്യൻ: അർണോൻ തീരത്ത് ദേശത്തിൻ്റെ അതിരിലുള്ള പ്രദേശം ഏത്? ഉത്തരം ഈർ മോവാബ്. 22-36. ക്വസ്റ്റ്യൻ: ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും പറഞ്ഞത് ആര്? ഉത്തരം ബിലയാം. 23-8. ക്വസ്റ്റ്യൻ: ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കാൻ ആഗ്രഹിച്ച വ്യക്തി? ഉത്തരം ബിലയാം. 23-10. ക്വസ്റ്റ്യൻ: ബാലാക്ക് ഏത് കൊടുമുടിയിലാണ് യാഗപീഠം പണിതത്? എത്ര യാഗപീഠം പണിതു?
ഉത്തരം പിസ്ഗ കൊടുമുടിയിൽ 7 യാഗപീഠം. 23-14. ക്വസ്റ്റ്യൻ: മോവാബ്യ മൂപ്പന്മാരും മിദ്യാനിയ മൂപ്പന്മാരും എന്തുമായി ബിലയാമിനെ വിളിപ്പാൻ ചെന്നു? ഉത്തരം പ്രശ്നദക്ഷിണ. 22-7. ക്വസ്റ്റ്യൻ: സോഫിം എന്ന മുകൾ പരപ്പ് ഏത് കൊടുമുടിയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പിസ്ഗ. 23-14. ക്വസ്റ്റ്യൻ: യഹോവ നിനക്ക് ബഹുമാനം മുടക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞതാര്? ആരോട്? ഉത്തരം ബാലാക്ക് ബിലയാമിനോട്. 24-11. ക്വസ്റ്റ്യൻ: ജാതികളിൽ മുമ്പൻ ആര്? ഉത്തരം അമാലേക്ക്. 24-20. ക്വസ്റ്റ്യൻ: പാറയിൽ കൂടുവെച്ച ജാതി? ഉത്തരം കേന്യർ. 24-21. ക്വസ്റ്റ്യൻ: എവിടെ വെച്ചാണ് ഇസ്രായേൽ മക്കൾ മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങിയത്? ഉത്തരം ശിത്തീമിൽ വെച്ച്. 25-1. ക്വസ്റ്റ്യൻ: ശിത്തീമിൽ വെച്ച് പരസംഗം ചെയ്ത ഇസ്രായേലിനെയും മിദ്യാന്യ സ്ത്രീയെയും കുത്തിക്കൊന്നതാര്? ഉത്തരം ഫീനഹാസ്. 25-7-8. ക്വസ്റ്റ്യൻ: ഫീനഹാസിൻ്റെ അപ്പൻ്റെ പേരെന്ത്? ഉത്തരം എലയാസാർ. 25-7. ക്വസ്റ്റ്യൻ: മിദ്യാന്യ സ്ത്രീയുമായി ഒരു ഇസ്രായേലിയൻ കൂടാരത്തിലേക്ക് പോയപ്പോൾ കുന്തവുമായി അവരുടെ പിന്നാലെ പോയതാരാണ്? ഉത്തരം ഫീനഹാസ്. 25-7. ക്വസ്റ്റ്യൻ: മോവാബ്യ പരസംഗത്താൽ ഉണ്ടായ യഹോവയുടെ ബാധയാൽ മരിച്ചു പോയവർ എത്ര പേരാണ്? ഉത്തരം 24,000 പേർ. 25-9. ക്വസ്റ്റ്യൻ: യഹോവ തൻ്റെ സമാധാന നിയമം കൊടുത്തതാർക്ക്? ഉത്തരം ഫീനഹാസിന്. 25-12. ക്വസ്റ്റ്യൻ: ഷിത്തീമിൽ വെച്ച് ഫീനഹാസ് കൊന്ന ഇസ്രായേലിൻ്റെ പേരെന്ത്? ഉത്തരം സിമ്രി. 25-14. ക്വസ്റ്റ്യൻ: ഷിത്തീമിൽ വെച്ച് ഫീനഹാസ് കൊന്ന മിദ്യാന്യ സ്ത്രീയുടെ പേരെന്ത്? ഉത്തരം കൊസ്ബി. 25-15. ക്വസ്റ്റ്യൻ: പരസംഗം ഹേതുവായി കൊല്ലപ്പെട്ട കൊസ്ബിയുടെ പിതാവ് ഒരു മിദ്യാന്യ ഗോത്രത്തിൽ ജനാധിപനായിരുന്നു. അയാളുടെ പേരെന്ത്? ഉത്തരം സൂർ. 25-15. ക്വസ്റ്റ്യൻ: കനാനിൽ വെച്ച് യഹൂദയുടെ എത്ര മക്കൾ മരിച്ചു? ആരെല്ലാം? ഉത്തരം 2. ഏർ, ഓനാൻ. 26-19. ക്വസ്റ്റ്യൻ: കാലേബിൻ്റെ അപ്പൻ? ഉത്തരം യെഫുന്ന. 26-65. ക്വസ്റ്റ്യൻ: അമ്രാമിൻ്റെ ഭാര്യ? ഉത്തരം യോക്കേബേദ്. 26-59. ക്വസ്റ്റ്യൻ: യോശുവയുടെ അപ്പൻ്റെ പേര്? ഉത്തരം നൂൻ. 26-65. ക്വസ്റ്റ്യൻ: സെലോഫഹാദിന് എത്ര പുത്രിമാരുണ്ടായിരുന്നു? ആരെല്ലാം? ഉത്തരം 5. മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ. ക്വസ്റ്റ്യൻ: ഗിലെയാദിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം മാഖീർ. 27-1. ക്വസ്റ്റ്യൻ: സെലോഫഹാദ് ആരുടെ കൊച്ചുമകനാണ്? ഉത്തരം യോസേഫിൻ്റെ. 27-1. ക്വസ്റ്റ്യൻ: ഏതു മലയിൽ വെച്ചാണ് മോശ കനാൻ ദേശം നോക്കിക്കണ്ടത്? ഉത്തരം അബാരീം മലയിൽ വെച്ച്. 27-12. ക്വസ്റ്റ്യൻ: എൻ്റെ ആത്മാവുള്ള പുരുഷൻ എന്ന് യഹോവ വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഉത്തരം യോശുവ. 27-18. ക്വസ്റ്റ്യൻ: പാനീയയാഗത്തിൽ ഓരോ കാളയ്ക്ക് എത്ര ഹീൻ വീഞ്ഞ് എടുക്കണം? ഉത്തരം അരഹീൻ. 28-14. ക്വസ്റ്റ്യൻ: മദ്യം അനുവദിച്ചിട്ടുള്ള യാഗമേത്? ഉത്തരം
സൗരഭ്യവാസനയായ ദഹനയാഗം 1 മുതൽ 8 വരെ. ക്വസ്റ്റ്യൻ: മോശയുടെ കാലത്ത് മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ ഓരോ ഗോത്രത്തിൽ നിന്നും പോയവരെത്ര? ഉത്തരം 1000 പേർ. 31-4. ക്വസ്റ്റ്യൻ: ബെയോരിൻ്റെ മകൻ ആര്? എങ്ങനെയാണ് മരിച്ചത്? ഉത്തരം ബിലയാം വാളുകൊണ്ട് കൊല്ലപ്പെട്ടു. 31-18. ക്വസ്റ്റ്യൻ: യുദ്ധത്തിനു പോയ യോദ്ധാക്കളിൽ നിന്ന് എത്ര ഓഹരി യഹോവയ്ക്കായി വാങ്ങണം? ഉത്തരം 500-1. 31-28. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കളിൽ യോർദാന് കിഴക്ക് അവകാശം കിട്ടിയ ഗോത്രങ്ങൾ ഏവ? ഉത്തരം രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പാതിഗോത്രം. 32-33. ക്വസ്റ്റ്യൻ: യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് കനാൻ ദേശം കാണാൻ അവസരം ഉണ്ടായത് ആർക്കെല്ലാമാണ്? ഉത്തരം കാലേബിനും യോശുവയ്ക്കും. 32-11-12. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ എത്ര സംവത്സരം അലഞ്ഞു നടന്നു? ഉത്തരം 40 സംവത്സരം. 32-13. ക്വസ്റ്റ്യൻ: ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞപ്പോൾ വ്യവസ്ഥകളോടുകൂടെ എത്ര ഗോത്രത്തിനാണ് ഇക്കരെ മോശ അവകാശം കൊടുത്തത്? ഉത്തരം 2.5. 32-5-33. ക്വസ്റ്റ്യൻ: രൂബേന്യർ പേരുമാറ്റിക്കളഞ്ഞ പട്ടണങ്ങൾ? ഉത്തരം നെബോ, ബാൽമെയോൻ. 32-38. ക്വസ്റ്റ്യൻ: ഗിലെയാദ് പിടിച്ചടക്കി അമോര്യരെ ഓടിച്ചു കളഞ്ഞവനാര്? ഉത്തരം മാഖീരിൻ്റെ പുത്രന്മാർ. 32-39. ക്വസ്റ്റ്യൻ: മനശ്ശെയുടെ പുത്രനായ യായീർ ഗിലെയാദ് കീഴടക്കി അതിന് എന്തു പേരിട്ടു? ഉത്തരം ഹവോത്ത് യായീർ, യായീരിൻ്റെ ഊരുകൾ. 32-41. ക്വസ്റ്റ്യൻ: മോശ ഗിലെയാദ് ദേശം കൊടുത്തത് ആർക്ക്? ഉത്തരം മാഖീരിന്. 32-40. ക്വസ്റ്റ്യൻ: നോബഹ് പട്ടണത്തിൻ്റെ പഴയ പേരെന്ത്? ഉത്തരം കെനാത്ത്. 32-42. ക്വസ്റ്റ്യൻ: താൻ പിടിച്ചെടുത്ത പട്ടണത്തിന് തൻ്റെ പേരിട്ടതാര്? ഉത്തരം നോബഹ്. 32-42. ക്വസ്റ്റ്യൻ: സീൻ മരുഭൂമിയുടെ മറ്റൊരു പേരെന്ത്? ഉത്തരം കാദേശ്. 33-36. ക്വസ്റ്റ്യൻ: അഹരോൻ എന്നാണ് മരിച്ചത്? ഉത്തരം ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പോന്നതിൻ്റെ 40-ാം സംവത്സരം 5-ാം മാസം 1-ാം തീയതി. 33-38. ക്വസ്റ്റ്യൻ: അഹരോൻ്റെ ആയുഷ്കാലം? ഉത്തരം 123. 33-39. ക്വസ്റ്റ്യൻ: കനാൻ ദേശത്ത് എത്ര ഗോത്രത്തിനാണ് അവകാശം ലഭിച്ചത്? ഉത്തരം 9.5. 34-1-13. ക്വസ്റ്റ്യൻ: ഇസ്രായേലിൻ്റെ വടക്കേ അതിർ അവസാനിക്കുന്നത് എവിടെ? ഉത്തരം ഹസാർ എനാനിൽ. 34-9. ക്വസ്റ്റ്യൻ: സങ്കേത നഗരങ്ങൾ എത്ര? ഉത്തരം 6. 35-6. ക്വസ്റ്റ്യൻ: ദേശത്തെ അശുദ്ധമാക്കുന്നത് എന്ത്? ഉത്തരം രക്തം. 35-33. ക്വസ്റ്റ്യൻ: ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങൾ എത്ര? പട്ടണങ്ങളിൽ എത്ര സങ്കേത നഗരങ്ങൾ ഉണ്ടായിരിക്കണം? ഉത്തരം 48. 6 സങ്കേത നഗരങ്ങൾ. 35-6-7. ക്വസ്റ്റ്യൻ: കുല ചെയ്ത ഒരുവൻ ചില പട്ടണങ്ങളിൽ കയറിയാൽ തൽക്കാലം മരിക്കാതിരിക്കും. ആ പട്ടണങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം സങ്കേത നഗരങ്ങൾ. 35-15. ക്വസ്റ്റ്യൻ: യോർദാൻ അക്കരെയും കനാൻ ദേശത്തും എത്ര സങ്കേത നഗരങ്ങൾ വീതമുണ്ട്?
ഉത്തരം 3 സങ്കേത നഗരങ്ങൾ വീതം. 35-14. ക്വസ്റ്റ്യൻ: സംഖ്യാപുസ്തകം ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 4-ാമത്തെ പുസ്തകം. 36 അധ്യായങ്ങൾ, 1288 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.